guys, welcome back to my channel. ഞാൻ അടുത്തേക്ക് പോയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ഡിസ്കോഡ് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്കോഡ് നമുക്ക് വെബിൽ തന്നെ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ടാവും, പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗൂഗിൾ ക്രോം ആണ്. ഗൂഗിൾ ക്രോം നിങ്ങളുടെ പി സിയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്രോം ആയാലും, ക്രോം അല്ല വേറെ ഏതെങ്കിലും വെബ് ആയാലും മതി. ഇത് നിങ്ങൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിൽ നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മൊബൈലിൽ നമുക്ക് വേണമെങ്കിൽ ഡിസ്കോഡിൽ വെച്ചിട്ട് തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഇതിൽ എനിക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. കാരണം വെച്ചാൽ എൻ്റെ ഇപ്പോൾ ഓൾറെഡി ഒരു ഡിസ്കോഡ് ഉണ്ട്. അപ്പോൾ എനിക്കിത് ലോഗൗട്ട് ചെയ്ത് നോക്കേണ്ടി വരും. ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ കേട്ടൻ ചടങ്ങാവും പിന്നെ കയറ്റാൻ. അപ്പം എന്തായാലും ഞാനിപ്പോൾ വെബിലാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കോഡിൽ നിന്ന് സെർച്ച് ചെയ്യുക. ഡിസ്കോഡിൽ നിന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഞാനിപ്പോൾ ഇതില്ലേ ഇവിടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ നമുക്ക് വിൻഡോസിന് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്കിനൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്കിപ്പോൾ വിൻഡോസ് ആയതുകൊണ്ടാണോ ഇനി ഇങ്ങനെ വരണേ എനിക്കറിയില്ല. ഇവിടെ വേറെ ഡൗൺലോഡ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇല്ല, ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്കൊരു ലോഗിൻ എന്നുള്ള പറഞ്ഞ സാധനം ഉണ്ടാവും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരും. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനത്തെ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യാവുന്നതുള്ളൂ. അക്കൗണ്ട് ഇല്ലെങ്കിലാണ് നിങ്ങൾ ഈ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അടിയിൽ സാധനമുണ്ട്, ലോഗിൻ്റെ അടിയിൽ. അപ്പോൾ ആ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജിലാവും വരിക. ഇങ്ങനെ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇവിടെ ഇമെയിൽ അടിക്കണം, യൂസർ നെയിം അടിക്കണം, പാസ്വേഡ് അടിക്കണം. ഇമെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ജിമെയിൽ ID എന്തെങ്കിലും നിങ്ങൾ അടിക്കുക, നിങ്ങൾക്ക് ഓർമ്മയുള്ളത്. അപ്പോൾ അത് അടിച്ചിട്ട് നിങ്ങളുടെ യൂസർ നെയിം നിങ്ങൾക്ക് എന്താണോ ഡിസ്കോഡിൽ യൂസർ നെയിമായിട്ട് ഉപയോഗിക്കേണ്ടത് ആ യൂസർ നെയിമാണ് ഇവിടെ അടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പാസ്വേഡ് എന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് അങ്ങനത്തെ എപ്പോഴും ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാസ്വേഡ് അടിക്കുക. പിന്നെ മന്ത് കൊടുക്കുക, ഡേ കൊടുക്കുക, ഇതൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. പിന്നെ ഇവിടെ ഓപ്ഷനിൽ ഒരു സാധനമുണ്ട്, എന്തോ ടിപ്സ് ആൻഡ് സ്പെഷ്യൽ ഓഫേഴ്സ് അങ്ങനെ തന്നെയാണ്. അതായത് നിങ്ങൾ ടിക്കറ്റ് കൊടുക്കുക. ഞാൻ അതൊക്കെ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു റോബോട്ട് വെരിഫിക്കേഷൻ സാധനം വരും. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ അക്കൗണ്ട് ക്രിയേറ്റിംഗ് കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വിൻഡോസിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ തന്നെയാണെങ്കിൽ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ ഡിസ്കോഡ് വെബ് എന്നിങ്ങനെ സെർച്ച് ചെയ്താൽ ഇങ്ങനെ ഒരു സ്ഥലത്തേക്കൊക്കെ വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പം നിങ്ങൾ ഈ ഓപ്പൺ ഡിസ്കോഡ് ഇൻ യുവർ ബ്രൗസർ എന്ന് കൊടുത്താൽ, ഇപ്പം ഞാൻ വേറെ ഏതൊരു യൂസറിനെ വെച്ച് ഒരു വെസ്റ്റേൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെരിഫിക്കേഷൻ റിക്വയർഡ് എന്ന് കാണിക്കണേ. അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു വെറുതെ ഒന്ന് അടിച്ചു നോക്കിയതാണ്. അപ്പോൾ ഇതുപോലെയാണ് വരിക. നിങ്ങൾ എന്തായാലും അങ്ങനെ നമുക്ക് ഇപ്പോൾ എൻ്റെ ID കൊടുത്തിട്ട് എൻ്റെ IDക്ക് കയറാൻ അങ്ങനെ ഒന്നും പറ്റില്ല. അവിടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെരിഫിക്കേഷൻ വരും. വഴിയാ ജിമെയിൽ വഴി എങ്ങാണ്ടൊക്കെ വരും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പം എല്ലാവരും ഞാൻ പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നു. പിന്നെ ഇനി നിങ്ങൾക്ക് സെർവറിൽ എങ്ങനെ കയറണമെന്നൊക്കെ വെറുതെ അവരുടെ സെർവറിൻ്റെ ലിങ്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് കയറുകയാണെങ്കിൽ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടും. അങ്ങനെ വേറെ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് കയറുകയാണെങ്കിൽ അവരുടെ സെർവറിൻ്റെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വെബിൽ ഇങ്ങനത്തെ കാണിക്കും. നിങ്ങൾ ഡിസ്കോഡ് ഇപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലാണെങ്കിൽ നിങ്ങൾക്ക് വെബിൽ ഓപ്പൺ ഇൻ ഡിസ്കോഡ് എന്ന് കാണിക്കും. അല്ലെങ്കിൽ വെബാണെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കണത്. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഒരു സബ്സ്ക്രൈബർ ചോദിച്ചതാണ്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. വീഡിയോ മിക്കവാറും ഞാൻ ആ സബ്സ്ക്രൈബർ ചോദിച്ച വീഡിയോൻ്റെ ഇപ്പോൾ മറ്റേ MT SMB
ലോക്കൽ അസംബ്ലി അല്ല, empty assembly വീഡിയോ ഇട്ടപ്പോഴാണ് ഇങ്ങനത്തെ ആദ്യം സബ്സ്ക്രൈബർ ചോദിച്ചത് എങ്ങനെ നമുക്ക് ഡിസ്കോഡ് PC-യിൽ ഡൗൺലോഡ് ചെയ്യാന്ന്. അപ്പോൾ എന്തായാലും അതിന്റെ വീഡിയോ ഞാൻ എന്തായാലും അന്ന് ഞാൻ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ എപ്പോഴാണ് ഇടാന്ന് പറഞ്ഞൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും ഗുഡ് ബൈ ഗൈസ്.